കാട്ടാന ആക്രമണത്തിൽ ആന്റോ ആന്റണി എം പി നടത്തിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകം. വന്യജീവി ആക്രമണം തടയാൻ കേന്ദ്ര സഹായത്തിന് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച 670 കോടി രൂപയുടെ പദ്ധതിക്ക് എം പിയുടെ ഒരു ഇടപെടലും ഉണ്ടായില്ല. മരണത്തിലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന എം പിയുടെ നിലപാട് അപഹാസ്യമാണെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുകൽ MLA ആരോപിച്ചു. പെരിയാർ ടൈഗർ റിസർവിൽപ്പെട്ട ശബരിമല വനമേഖല ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. ഈ വനമേഖലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന മലയോര കർഷകർ വന്യജീവി ആക്രമണ ഭീതിയിലുമാണ്. ഈ പ്രദേശത്തെ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവരെ വന്യജീവി ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുവാനാണ് സംസ്ഥാന സർക്കാർ 620 കോടി രൂപയുടെ പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ചത്. അത് കേന്ദ്രം തള്ളിക്കളഞ്ഞപ്പോൾ ഒരക്ഷരം മിണ്ടാൻ MP കൂട്ടാക്കിയില്ല. കർഷകനെ കാട്ടാന ചവിട്ടിക്കൊന്നപ്പോൾ സ്വന്തം വീഴ്ച മറച്ചുവെച്ചുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണ് ആന്റോ ആന്റണി നടത്തുന്നതെന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ആരോപിച്ചു. നിലവിലുള്ള നമ്മുടെ MP ശ്രീ ആന്റോ ആന്റണി അക്കാര്യത്തിൽ നടത്തിയ ഒരു ഇടപെടലും നിലപാടും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നാടകമാണ് എന്നോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം കഴിഞ്ഞ 15 വർഷമായി MP ആയി തുടരുന്ന അദ്ദേഹം ഈ വിഷയത്തിൽ ക്രിയാത്മകമായ ഫലപ്രദമായ ഒരു ഇടപെടലും നാളിതുവരെ നടത്തിയിട്ടില്ല എന്നുള്ള വസ്തുതകളെല്ലാം മറന്നുകൊണ്ടും മറച്ചു വെച്ചുകൊണ്ടുമാണ് ഇന്നലെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് വലിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചത്. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരം കാണണമെങ്കിൽ കേന്ദ്ര വനം വന്യജീവി നിയമം പൊളിച്ചെഴുതണം. എന്നാൽ കഴിഞ്ഞ 15 വർഷം ഇതിനുവേണ്ടി കാര്യമായ ഇടപെടൽ പാർലമെൻറ്റിൽ നടത്തുവാൻ MP തയ്യാറായിട്ടില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് കർഷകൻ കൊല്ലപ്പെട്ടപ്പോൾ ഓടിയെത്താൻ കാണിച്ച ആവേശം പാർലമെൻറ്റിൽ കാണിച്ചിരുന്നെങ്കിൽ നിരവധി ജീവനുകൾ സംരക്ഷിക്കപ്പെട്ടനെ. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.